മോർ വെൽക്കം ബാക്ക് ടു ഫേബക്കോട്ടെ വ്ളോഗ്സ് ആൻഡ് ഗെയിംസ് ഇല്ലല്ലോ പിന്നെ എന്നത്തിനല്ലേ. അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ ഡ്രസ് റൂമിലേക്ക് നമുക്ക് പോകാൻ കുറേ സ്കിന്നുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇടാം. ഞാൻ ഗേളിൻ്റെ സ്കിന്നാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് സ്കിന്ന് വേണം അതെടുത്താൽ മതി. ചൂസ് ദി സ്കിന്ന്. ഇതെടുക്കുക, ഡ്രോൺ ഞെക്കുക, ഓക്കെ ഞെക്കുക. ഇതെന്താകാത്തെ സ്കിന്നൊന്നും ആയിട്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. അല്ലെങ്കിൽ വേണ്ട മറ്റേ പോലെ എടുത്തേന്ന്. ഇത് എന്തൊക്കെ ഞാൻ കയറി ഞെക്കുന്നത്. മറ്റേ എന്ത് ചെയ്യാം, ഇവിടെ എടുത്തിട്ട് ഈ സ്കിന്ന് എടുത്തിട്ട് ഓക്കെ ഇത് വന്നാൽ മതിയായിരുന്നു പ്ലീസ്. ആകുമോന്നറിയാം. എന്താ ഇത് തന്നെ എടുത്ത് ചൂസ് സ്കിൻ എടുത്ത് ഇതെടുത്തേ, ഡോൺ ഞെക്കിക്കേ. ഓക്കെ വാ, ഇതിനകത്ത് കുറേ സ്കിൻസൊക്കെ വരുന്നു. ഓ, ഇത് നമ്മുടെ മറ്റവളെ തന്നെ എടുക്കുന്ന ഏറ്റവും രണ്ടോ മൂന്നോ വല്ലതും മതി. ടോപ്സ് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും നമുക്ക് എടുത്തിടാം. ഇത് പറ്റൂ, നല്ലതായിരുന്നു, പക്ഷെ എടുക്കാൻ കുറേ കൊടുക്കണം പൈസ. നല്ലല്ലേ? വാവ്, നല്ലതാണ്. നമുക്ക് അങ്ങ് നോക്കി നോക്കി അങ്ങ് പോകാം. അത് ഇതിൽ ഞാൻ അതിന് പൈസ കൊടുക്കണം അല്ലേ? അപ്പം ഇങ്ങോട്ടുള്ള എല്ലാം പൈസ കൊടുക്കണമെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നേരത്തെ ഇട്ട ഡ്രസ്സില്ലേ ഇത് ഗെറ്റ് ചെയ്തിട്ട്, അപ്പം ഈ ഡ്രസ്സ് നല്ല കൊള്ളാൻ തോന്നുന്നത്. എക്യുപ്പ്. ഇനി അടുത്തത് സ്റ്റൈൽ എടുത്തിട്ട് ബോട്ടംസോ ഓ പാൻറ്റ്. ഇത് കൊള്ളാം. എക്യുപ്പ് ആക്കാം. ഇനി അടുത്തത് ഇതെന്താ അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇത് ഡ്രസ്സ് ഹെഡ് മാസ്റ്റർ. ഓ, ഈ പൂച്ചയുടെ തലയൊക്കെ വെക്കുന്നത്, അത് നമുക്ക് ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള വെക്കാം. ഷോ ഇത് പറ്റത്തില്ല, ഇതിനൊക്കെ പൈസ കൊടുക്കണം, പിന്നെ ലോക്കുമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ എക്യുപ്മെൻറ്റിനെ
എടുക്കാം. ഇനി അടുത്ത ഗ്ലോവ്സോ അത് നോക്കാവേ. ഓ ഇത് മതി. ഇത് മതി. ഫേസ് ഐറ്റംസിൻ്റെ അകത്ത് നമുക്ക് അപ്പോൾ നമുക്ക് ഇത് തന്നെ വെക്കാവേ. ഇട്ട് ബാക്ക് ഐറ്റംസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു മറന്നു. ബാക്കിലുള്ളതോ മനസ്സിലായി. ഇത് കൊള്ളായിരുന്നു ചോറക്കും. ഇത് കൊള്ളാം. ഗെറ്റ് നമ്മുടെ ഇപ്പം എല്ലാം നമ്മുടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഗേളിനെ കണ്ട പ്ലെയറിനൊരു പേര് കൊടുക്കാൻ പറ്റും. വാവ്, നമുക്ക് പ്ലെയിനൊക്കെ ഇട്ട് നമ്മുടെ വേൾഡിലേക്ക് ഒപ്പം തന്നെ ഓർമ്മത്തോടെ ഫേബക്കുട്ടി വ്ലോഗ്സ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഇത് കയറണമെങ്കിൽ തന്നെ ഒത്തിരി സമയങ്ങൾ നമുക്കെടുക്കാം. അപ്പം ഇത് മറ്റേ കുറേ. അപ്പം ഗായ്സ് ഇത് 7 അപ്പോൾ ഗൈസ് നമ്മൾ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടു നോക്കൂ ഗായ്സ്. അപ്പം ഗൈസ് ഇത് കയറി 2 കയറി എനിക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ. നിങ്ങൾക്കിത് കയറാതെ ഒത്തിരി നേരം ഇരിക്കുമ്പോൾ തന്നെ എന്താ ഒരു വാത്സല്യ ദേഷ്യം വരുന്നത്. അപ്പോൾ ഗൈസ് ഞാനല്ലേ എൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ മിനി വ്ലോഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 5 ടാസ്കുകളാണ് ഞാൻ ചെയ്യുന്നത്. അത് മണിക്കുട്ടൻ്റെ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യിട്ടോ പ്ലീസ്. ഇവിടെ കൊണ്ടല്ലേ നമ്മൾ നിർത്തിയത്. എന്താ രസമല്ലേ കാണാൻ. ഇനി തന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, നമുക്ക് പാലം പണിയാന്നുള്ളതല്ലേ. പാലം പകുതിയോളം നമുക്ക് പണിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് പാലം പണിയാനുണ്ട്. ഇതിന് കുറേ നമുക്കില്ലേ ഒരു സംഭവം തന്നെ നമുക്ക് പോയി ഉണ്ടാക്കാം. എന്നാന്ന് വെച്ചാലേ നമ്മുടെ ഒരു ഇത് നമ്മുടെ മരം പോലെ ഇവിടുത്തെ മരം ഫുള്ളും നമുക്ക് ഒത്തിരി അങ്ങോട്ട് വെട്ടിക്കൊടുക്കാം. ഇവിടെ ഭയങ്കര ഒച്ചയായതുകൊണ്ടായിരിക്കും കേൾക്കാൻ പറ്റാത്തത്. അവർക്ക് അവിടെ TV വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒച്ചയ്ക്കാണ് ഗൈസ് പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നേരെ നമുക്ക് നമ്മുടെ മരങ്ങൾ പോയി വെട്ടാം എന്നുള്ളതാണ് ടാസ്ക്. എല്ലാം ഞാൻ പറയുന്ന ടാസ്ക് എന്നല്ല. ഇത് നമ്മുടെ എന്നായിരുന്നു, നമുക്ക് നമ്മുടെ എന്തായിരുന്നു കോബിൾ സ്റ്റോൺ പിക്കാക്സ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. കോബിൾ സ്റ്റോൺ പിക്കാക്സ്. അപ്പം ഒത്തിരി മരം അങ്ങ് തട്ടിക്കൂട്ടിയെടുത്തിട്ട് നമുക്ക് മറ്റേ ഇതിൻ്റെ ആ പാലം പണിയുന്നതിൻ്റെ കൂടെ എടുക്കാം. നമുക്ക് അങ്ങ് പോകാതിരുന്നാൽ മതി. എന്നാൾ നേരത്തെ വീഡിയോയിൽ മറ്റേ നമ്മൾ അങ്ങ് പോയിട്ട് നമ്മളെ വീടൊന്നും കണ്ടുപിടിക്കാതെ നമ്മൾ ക്രിയേറ്റീവിന് എടുത്തല്ലേ നമ്മുടെ പറന്നു പോയിട്ട് വീട് കണ്ടുപിടിച്ചു. അയ്യോ അതൊക്കെ എന്തുവായിരുന്നു. ഒത്തിരി അങ്ങ് ഞാൻ 64 എണ്ണവും ഞാനങ്ങ് വെക്കാൻ പോവാ. വീട് പോകാതിരുന്നാൽ മതി. അതാണ് എൻ്റെ ഒരു പ്രശ്നം. വീട് പോകാതിരുന്നാൽ ഒരു കുഞ്ഞാട്ടുന്നതിൻ്റെ സൗണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം.
ഇതില്ലേ നമുക്കില്ലേ 28 നമുക്ക് ഇതും കൂടെ ഉണ്ടായിരുന്നു. സ്റ്റക്കാവുക, ഭയങ്കര ലാഗാ ഗൈസ്. ലാഗിൻ്റെ ലാഗിന് ഈ മരം കൂടെ വെട്ടുമ്പോൾ 64 തടികളും നമുക്ക് ഇന്ന് എടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ പാലം പണിച്ച് ഈ പൂക്കളൊക്കെ എടുത്തത് നമ്മുടെ വീടിൻ്റെ ഇവിടെ വെക്കാനൊക്കെ ഈ പൂക്കളൊക്കെ നല്ലതാണ്. വീട് ഇതും കൂടെ ഒന്ന് വെട്ടട്ടെ. 41 ആയി. ഇനി വെറും 64 കൂടെ നമുക്ക് എടുക്കണം. രാത്രിയാവുകയാണോ? രാത്രിയായാൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ല. നിൽക്കേണ്ട കാര്യമില്ലല്ലോ. എന്ന് വെച്ചാൽ പ്രേതമല്ല സോംബീസ് വന്ന് നമ്മുടെ ഉണ്ടക്കണ്ണ വിട്ട് പിടിക്കുന്നേ ഉള്ളൂ. 47 ആയതേ ഉള്ളു ഗൈസ്. നിങ്ങൾ എന്നാ ഗൈസ് വീഡിയോസ് ഒന്ന് 100 എനിക്ക് ഫേമസ് ആയിട്ടുണ്ട്. 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ്. ഇങ്ങനെ ഇതും കൂടെ വെട്ടിയാൽ ഇതും കൂടെ വെട്ടണ്ട, ഇനിയും വെട്ടണം. നല്ല സംഭവം ആയിട്ടില്ല. 61 ആയി. വെറും ഇനി 3 കൂടെ എടുത്താൽ മതി. 3 കറക്റ്റ് ഞാൻ 64 എടുക്കത്തുള്ളൂ ഗൈസ്. 1 2 3 ഓക്കെ. അപ്പം അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കട്ടെ. നമുക്കങ്ങ് ഉണ്ടാക്കിയേക്കാം. 64 ഒത്തിരി ഉണ്ട്. ഇത് സെറ്റാട്ടോ. ജിങ്കിച്ചക്ക ജിങ് ഒത്തിരി തടി കിട്ടിയേ. നമ്മുടെ ഇനി രാവിലെ ആയിട്ട് നമുക്ക് പണി തുടങ്ങാം. അതിനു മുമ്പില്ല നമ്മുടെ കൃഷി സ്ഥലത്ത് പോയിട്ട് നമ്മുടെ ഇത് റെഡിയായോ നോക്കട്ടെ. നമ്മുടെ പശുക്കൾക്കും ആടുകൾക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി റെഡിയായിട്ട് ഇത് ആവോ എനിക്കറിയത്തില്ല. അയ്യോ അതും ആയില്ല. നമുക്ക് നാളെ ഇതാവുമെന്ന് തന്നെ എനിക്കൊരു സംശയം. ഓടാനും പറ്റത്തില്ല. എന്താ അവസ്ഥ. നമുക്ക് എടുത്തിട്ട് രാവിലെ തൊള്ളി വീഴുന്ന കണ്ട്. അപ്പം നമുക്കില്ലേ ഇവിടെ നിന്ന് കയറാവേ. നാളെ രാവിലെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. ആദ്യമേ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാം. ഫുഡ് ഒട്ടും ഇല്ല. നമുക്ക് ഫർണൈസ് എടുത്തിട്ട് ഫുഡുകൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റ് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഇങ്ങോട്ട് വെക്കാൻ പറ്റുള്ളൂ. ഇവിടെ എന്താ ഉണ്ടായി വരുന്നേ? ഒന്നും ഉണ്ടാകത്തില്ലേ? ഈ ക്യാരറ്റ് നമുക്കിപ്പോൾ എടുത്ത് കഴിക്കാം. ഇങ്ങോട്ട് വെച്ച് ക്യാരറ്റ് കഴിച്ചില്ലെങ്കിൽ ഇപ്പം ഞാൻ ക്യാരറ്റ് കഴിച്ചിട്ട് വന്നേ ഉള്ളൂ. ഹെൽത്തൊക്കെ നമുക്ക് ഫുള്ളാക്കണ്ടേ. ക്യാരറ്റ് ഇപ്പം നമ്മുടെ ഫർണൈസിൽ പോയിരിക്കും. അപ്പോൾ ക്യാരറ്റ് അങ്ങനെ എന്താ ഒരു നീലാകാശ അവസ്ഥകളല്ല, എന്താ ഒരു കാഴ്ചകളല്ലേ നമുക്ക് ഇവിടെ ഇന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കാണാം.
ഗായ്സ് ഒരാളിവിടെ നിന്ന് നോക്കുന്ന കണ്ടോ? ഹലോ ഹലോ എവരിബഡി. അയ്യോ ഞാൻ ഇങ്ങോട്ട് വരാനാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇനി ഇതൊക്കെ അടച്ചിട്ടിട്ട് നമുക്ക് നമ്മുടെ ഇങ്ങോട്ട് പോയിട്ട് കണ്ടോ ഇവിടം വരെ പാലം പണിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങ് അവിടം വരെയും പോയിട്ട് ഇനി ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് പോകണം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ പാലം പണിഞ്ഞ് പോകണം. അല്ലെങ്കിൽ നമുക്ക് സീനാവും. നമുക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രിപ്പ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ നമുക്ക് ഈ പാലത്തെ കൂടെ കയറി പോയാൽ പോരെ ഗൈസ്. അപ്പോൾ ഇല്ലേ പാലത്തെ കൂടെ രാത്രി ആറായിട്ടില്ല. നമ്മൾ ഈ തേനീച്ചകളെ കൊന്നില്ലായിരുന്നു ഗൈസ് ഫസ്റ്റത്തെ വീഡിയോ. എന്നിട്ട് നമ്മളെ കടിക്കാൻ വന്നില്ല. അപ്പം നമ്മുടെ ലൈഫ് മൊത്തം തീർന്നില്ലേ. ഒരു കാര്യം നമുക്കില്ല നമ്മുടെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. ഒരു 6 പറ്റത്തുള്ളൂ. തടിയില്ല. മഴ എത്ര നാളായിരുന്നു മഴ പെയ്തുകൊണ്ട് ആ കൃഷിയൊക്കെ വലുതായി വന്നാൽ മഴ പെയ്യുന്നുണ്ട്. 5 ദിവസങ്ങളാണ് മഴ പെയ്യുന്നത്. രാവിലെയാണ് മഴ. ഞാൻ കുറേ ആടുകളെ ഇങ്ങോട്ട് ചെയ്തിട്ട് കുറച്ച് ഇതെടുത്തിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കണമെന്ന്. അവർ ഈ 2 ആടിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന ഒരു കുഞ്ഞാടിങ്ങനെ വരും. ഇവിടെ നമുക്ക് കയറിയിരിക്കാം. സ്റ്റക്കാകുന്നു, ഭയങ്കര സ്റ്റക്കാണ് മഴയത്തുനിന്ന്. ഇപ്പം കയറി ഇരുന്നിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് എന്താ അത് കാണുന്നുണ്ടത് എനിക്കിഷ്ടം. കാണുന്നതൊക്കെ നിങ്ങൾ ഇരുന്ന് കാണുക. മഴകൾ പായായി മഴയും. നമുക്ക് കിടന്ന് ഉറങ്ങാറായോ? രാത്രി ആയായിരുന്നോ? ഞാൻ ഒരു മഴ പെയ്തോണ്ട് അറിയാൻ പറ്റും. പിന്നെയും മഴയാണോ? മഴ പോയല്ലോ. മഴ തീർന്നേ. വെള്ളപ്പൊക്കമൊക്കെ കയറാൻ പോവുക മഴ പെയ്യും കൊണ്ട് തന്നെ. നമുക്കില്ലേ ഇതും കൊണ്ട് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ തന്നെ നമുക്ക് ഇത് കുറച്ചധികം ഉണ്ടാക്കണം. 13 എണ്ണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഈ 18 എണ്ണവും ഇത് നമുക്കുണ്ട്. ഇതെടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ഇവിടുന്ന് ചാടാൻ പറ്റത്തില്ലല്ലോ, മറ്റേ വഴി കൂടെ ചാടാം. ഇവിടുന്ന് നമുക്ക് ചാടാം. ഇവിടെയാണെങ്കിൽ കുറച്ച് ഇവിടെയും കൂടെ ഒന്ന് വെക്കണം. അയ്യോ 1 ലൈഫ് ഈസ് പോയി. ഒരു ലൈഫ് നമ്മുടെ കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇതായോ പിറ്റേ ദിവസം ആവുമായിരുന്നു. വേണ്ട ഇപ്പം എടുക്കണ്ട, വെറുതെ നമുക്ക് പോകും. ഇതിപ്പം തന്നെ എടുക്കണം. ഇത് നമുക്ക് ഇവിടെയല്ലേ വെക്കണ്ടേ. ഓക്കെ, ഇനി നമ്മുടെ കുറച്ചെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ചെറിയ വഴിയേ ഉള്ളൂ നമുക്ക്. ഇത് തന്നെ ആയാൽ മതിയായിരുന്നു. ഇത്രയും തന്നെ മതിയായിരുന്നു. അയ്യോ 8 എണ്ണമുള്ളൂ ഇനി. ഇത് തന്നെ അയ്യോ ഇനി കുറേ കൂടെ വേണമല്ലോ. നമുക്കില്ലേ നമ്മുടെ വീട് എന്താ ഒരു ഭംഗിയാ. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഇവിടെന്താ അയ്യോ ഇവിടെ ഇതായിരുന്നു. ഇവിടെ ഇതായിരുന്നു. ഞാനത് കളഞ്ഞു. എനിക്കൂടെ ചെയ്തു. ഇനി എഴുന്നേക്കടേ. ഇനി നമ്മുടെ മേളിലേക്ക് കയറാൻ എനിക്കിഷ്ടമല്ല. ഇവിടുന്ന് ഇങ്ങനെ കയറി അടച്ച്, പിന്നെ മേളിൽ നിന്ന് കയറി അതിൻ്റെ വാതിൽ അടച്ച്. 19 മിനിറ്റ്സായി. അയ്യോ ഇതൊന്ന് വേഗം എടുത്തിട്ട് ഇനി ഇതും കൂടെ കയറ്റി ഇങ്ങോട്ട് വെച്ച്
നമ്മൾ ആ പാലം പണിയുന്നിടം വരെയും നമുക്ക് ഇവിടെ തന്നെ പാലം പണിയത്തില്ല. നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഇതെടുത്തിട്ട് നമുക്ക് അതൊക്കെ എന്നാത്തിന് ഉണ്ടാക്കുന്ന. അയ്യോ, നമ്മുടെ ഇത് ഇല്ലേ ഉണ്ടാക്കണ്ടേ, ഇത് ഒരു 21 എണ്ണം ഉണ്ടാക്കിയിട്ട് 30 എണ്ണം കിട്ടുമോ? 30 എണ്ണം. എനിക്ക് ഇവിടെ പോണം. ബെസ്റ്റ്. ഇവിടുന്ന് അങ്ങോട്ട് ചാടാൻ കഴിയില്ല. നമുക്ക് ഇവിടുന്ന് തന്നെ ചാടാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അയ്യോ, നമ്മുടെ പാലം പണിയുന്നതിന് 30 എണ്ണം കൊണ്ട് ഇത് തികയും എന്നാണ് എനിക്ക് തോന്നുന്നത്. തികയും ഗൈസ്. എത്ര നാളായിരുന്നു കുളിച്ചിട്ട് തന്നെ എത്ര നാളായി. നമുക്കിനി നല്ല പോലെ ഫ്രഷ് ആയിട്ട് കുളിച്ചിട്ട് തന്നെ നമുക്ക് ഇനി നമുക്ക് ഇവിടുന്ന് നമുക്കിത് അങ്ങോട്ട് ഇനി ഇവിടുന്ന് തന്നെ നമുക്ക് ഇത് അങ്ങോട്ടേക്ക് പണിയണം. അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോകാനുള്ളതേ ഉള്ളൂ. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് പണിയേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്താ? മറ്റേ ലാവയാ കേട്ടോ അവിടെ. നോക്കാവേ. അയ്യോ, ഇവിടെ വേണ്ട. ഇവിടെ ലാവയാ ഭയങ്കര. കേറിക്കേ അല്ലെങ്കിൽ നമ്മൾ ഡെഡ്. അപ്പം നമ്മൾ പാലം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാനുണ്ട്. പാലം പണി ഇതാ കഴിഞ്ഞ് ഫുള്ള്. ഇപ്പം നമ്മുടെ പാലം പണി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 1 മിനിറ്റ് നമുക്കില്ലേ അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാവർക്കും ബൈ. സീ യു ദെൻ.